സുന്ദരി ഹായ് ഓൾ പറ ഹായ് ഹായ് ഓൾ. നമ്മളൊരു ട്രിപ്പ് പോവാണ് വയനാട്ടിലേക്ക്. ഫ്രണ്ട്സ് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുചേരുന്നത് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ഗോവയ്ക്കായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വയനാട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വയനാട് ട്രിപ്പാണ്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഇതുപോലെ മോൾ ഉണ്ടായിരുന്നില്ല, ആമി ഉണ്ടായിരുന്നില്ല. ആമി വന്നതിൻ്റെ ശേഷമുള്ള ഫസ്റ്റ് നമ്മളെല്ലാവരും കൂടെയുള്ള ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്നലെ രാത്രി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ആയപ്പോഴേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അന്ന് രാവിലെ ഒരു 5-5:30 ആയ സമയത്ത് എണീറ്റിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. ആമി ഇപ്പോഴും പല്ലേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്, ഇറങ്ങാൻ നിൽക്കുകയാണ്. ബാക്കി അവിടെ പോയിട്ട് കാണാം. ഓക്കെ, എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടോളൂ. ഹായ്. ഹായ്, ഇത് നമ്മുടെ സ്വന്തം അനന്തുവേട്ടൻ. അനന്തുവേട്ടൻ്റെ പ്രിയവധു ശ്രുതി. എന്തൊരു മര്യാദ. അനന്തുവേട്ടൻ ചിന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ തുടർന്ന് വീഡിയോസിൽ ചിന്നുവിന്റെ മേക്കപ്പ് വീഡിയോസ് കാണാമെന്നാണ് തോന്നുന്നു. ശ്രുതി പരിചയപ്പെട്ടു. ഇതാണ് നമ്മളെ ന്യൂ കപ്പിൾസ്. വരൂ. ഇത് ആക്ച്വലി ഒരു ഹണിമൂൺ ട്രിപ്പ് കൂടാണ് കേട്ടോ ഇവരുടെ. മനുവേട്ടൻ സോയി, ഇത് മനു. എവിടെ സോയി? സോയി എന്റെ രണ്ടാമത്തെ ഫസ്റ്റ് ലവർ. ഇത് സോയി ആമിയുടെ ഫ്രണ്ടാണ് അല്ലേ? ചിരിക്കുന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സാ. കണ്ടോ, അവര് സെയിം ഡ്രസ് ഇട്ട കണ്ടോ? പിങ്ക് 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 പിങ്ക്. ഞങ്ങൾ സെയിം ഡ്രസ്സാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പോവാം.
നമ്മൾ വയനാട് ബോർഡർ കടന്നിരിക്കുകയാണ്. ആ സമയത്താണ് കരിന്തണ്ടൻ സ്മാരകം കണ്ടത്. എന്നവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കരിന്തണ്ടൻ സ്മാരകം കണ്ടു, അവിടുത്തെ ചങ്ങലമരം കണ്ടു. അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ ഒന്ന് റിലാക്സ് ചെയ്ത് നിന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. ആ സമയത്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്ക് കണ്ടത്. അപ്പോൾ സോയിക്ക് എന്തായാലും അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അനന്തുവേട്ടൻ സോയിനെ പാർക്ക് കാണിക്കാൻ കൊണ്ടുപോവാണ്. ജസ്റ്റ് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. പോകുന്ന വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ജ്യൂസ് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവർക്കും ഓരോ ജ്യൂസ് ഓർഡർ ചെയ്തു. ആമി എന്തായാലും ഒരു ജ്യൂസ്, എൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് ആമി കുടിച്ചു. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി വീണ്ടും ഒരു ജ്യൂസ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആമിക്ക് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. വരുന്ന വഴി മൊത്തം അവൾ ഇതുപോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. കാരണം മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആമി ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് അവൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം ക്ഷീണമായിട്ടോ എന്താണോ അറിയില്ല, ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ജ്യൂസ് കിട്ടിയപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് മൊത്തം അവൾ തന്നെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൾ കാറിൽ വന്നിട്ട് വീണ്ടും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും പുറപ്പെട്ടു. ഇനി നേരെ നമ്മൾ റിസോർട്ട് ഹോട്ടൽ, ഒരു പഴയ ബംഗ്ലാവാണ്, നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിഫ് ഹാങ്ങർ ബൈ എവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ട് ഹോട്ടലാണ് നമ്മൾ പോകുന്നത്. അത് മേപ്പാടി, വയനാട് മേപ്പാടിയിലാണ് പ്രോപ്പർ പ്ലേസ് ഉള്ളത്. ആഫ്റ്റർ ദ റെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് റിസോർട്ടിൻ്റെ, റെയിൻ ഫോറസ്റ്റ് ലോഡ്ജിൻ്റെ അടുത്തായിട്ടാണ് അത് വരുന്നത്. ഇതിന് ചുറ്റും നിറയെ കാപ്പിത്തോട്ടവും അതുപോലെ ഈറ്റക്കാടുമാണ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ അങ്ങോട്ടുള്ളത് ഓഫ് റോഡ് ആയ കാരണം തന്നെ നമുക്ക് ആ പ്രോപ്പർ പ്ലേസിലോട്ട് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ട്രക്കിംഗ് ഫീലൊക്കെ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. എനിവേ അടിപൊളിയായിരുന്നു. വഴിയും കാര്യങ്ങളും നല്ല വൈബ് തന്നെ ആയിരുന്നു. നിങ്ങൾക്ക് എന്തായാലും കാണാം. നമ്മൾ ഓൾറെഡി അവിടെ എത്താറായിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തുന്നവരെ നല്ല പേടിയായിരുന്നു. നമുക്ക് അങ്ങോട്ട് എത്തില്ലേ എന്നൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു. റോഡൊക്കെ ഭയങ്കര ഓഫ് റോഡായ കാരണം തന്നെ ടാറിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കല്ലും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ട്രക്കിംഗ് ഫീൽ തന്നെ ആയിരുന്നു. ശരിക്കും നമ്മൾ ട്രക്കിങ്ങിന് പോയ ഒരു ഫീൽ തന്നെ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. സോ നമ്മളിതാ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഉള്ളിലോട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഫുൾ ഈറ്റക്കാട് തന്നെ ആയിരുന്നു. മൊത്തമായിട്ട് ഒരു കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ഒരു ഫീലാണ്. നമ്മൾ ഇത് വഴി തെറ്റിപ്പോയോ എന്നുള്ളൊരു ഫീലൊക്കെ നമുക്ക് തോന്നി. കാരണം അതിൻ്റെ ഉള്ളിലെത്തിപ്പെട്ടാൽ നമുക്ക് രാത്രിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റുമോ, എങ്ങനെ പുറത്തേക്ക് പോവാന്നുള്ളൊരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തണ വരെ ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പ്ലേസൊക്കെ കണ്ടപ്പോൾ എന്തായാലും നമുക്ക് കൂളായി. നിങ്ങൾക്ക് എന്തായാലും കാണാം, നമ്മൾ ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. Maybe someday you'll have
Until then, nope, a nope, a nope, a nope, definitely nope, a nope, nope, a nope. Probably never, ever, 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 ever gonna happen. Oh no. ഗൈസ് നമ്മളൊരു 3 മണിയൊക്കെ ആയ സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ ഓൾറെഡി പാർസൽ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം പൂളിൽ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. കാരണം ഇപ്പോഴേ ഓൾറെഡി വെള്ളത്തിന് തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് ഒന്നുകൂടെ കൂടും. മക്കളെയും കൊണ്ടൊക്കെ പൂളിൽ ഇറങ്ങാനുള്ളതല്ലേ. അപ്പോൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മക്കളൊക്കെ ഡ്രസ്സപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെയും കൊണ്ട് പൂളിൽ പോയാൽ എന്താവസ്ഥ എന്നൊന്നും അറിയില്ല. ആമിക്ക് ഓൾറെഡി ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കരയോ എന്തോന്നും അറിയില്ല. ഡ്രസ്സൊന്നും ഇടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവരൊക്കെ റെഡിയാക്കി പൂളിലേക്ക് കൊണ്ടുവരികയാണ്. പൂള് താഴെയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു പഴയ ബംഗ്ലാവ്. ഇതിൽ ടോട്ടൽ 4 റൂംസാണുള്ളത്. അതിൽ 2 സെയിം ആയിട്ട്, അതായത് രണ്ട് റൂം സെയിം ആയിട്ടാണ് വരുന്നത്. താഴെ ഇതുപോലെ വലിയ ഹോളുണ്ട്. മുറ്റത്താണ് നമ്മൾ ക്യാമ്പ് ഫയറും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലേസ് ഉള്ളത്. പൂള് താഴെയാണ് വരുന്നത്. കുറച്ച് താഴോട്ട് ഇറങ്ങി വരണം. ഇനി കുറച്ച് പൂൾ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് ഇറങ്ങാം. അങ്ങനെ പൂളിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. മക്കളൊക്കെ വെള്ളത്തിൽ കളിച്ച് തണുത്ത് വിറച്ച് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. ആമിക്ക് ഓൾറെഡി ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്ന മുന്നേ തന്നെ. അത് കാരണം വെള്ളത്തിൽ നിന്ന് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേ സന്ദീപിൻ്റെ മടിയിൽ കിടന്നിട്ട് ആമി ഉറങ്ങിപ്പോയി. അതുപോലെ തന്നെ സോയും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഉറങ്ങിപ്പോയി. അവരെ റൂമിൽ കിടത്തിയിട്ട് നമ്മൾ നൈറ്റായപ്പോൾ താഴത്തേക്ക് വന്നിരിക്കുകയാണ്. നൈറ്റ് ഫുഡിൻ്റെ പ്രിപ്പറേഷൻസും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. സോ ഇനി നൈറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ പതുക്കെ വൈൻഡപ്പ് ചെയ്യും. ബാക്കി നമ്മുടെ പ്ലേസ് മൊത്തം ഒന്ന് ചുറ്റി കറങ്ങുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വയനാട് വന്നിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ എത്തി. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പൂളിലൊക്കെ ഇറങ്ങി. മക്കളൊക്കെ ഉറങ്ങുകയാണ്. ഈവനിങ് നമ്മൾ രാത്രിക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്കാണ് ഋഷോബിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് നടന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഒരു കേക്ക് വെച്ചിട്ട് ഋഷോബിന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ കയ്യിലുള്ളത് നമ്മൾ ജാക്ക് ഫ്രൂട്ട് കേക്കാണ് ഗൈസ്. അതെ, ഋഷോബിന് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഇത് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. പൊട്ടിച്ചിട്ട് തുറക്കാം അല്ലേ? ഇല്ല, പൊട്ടിട്ട് Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you.
Happy birthday to you. കേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. Thank you. ഹാപ്പി ബർത്ത്ഡേ. Thank you. ഹാപ്പി ബർത്ത്ഡേ. ബാക്കി തിണ്ടിയുടെ പേരുണ്ട്. Happy birthday. കുറച്ച് കട്ട് ചെയ്യുന്നുണ്ടോ? പാക്ക് പൊട്ടുണ്ടോ? ഇതിന് ഞാൻ റബ്ബർ അങ്ങനെയല്ലേ അതായത് റീൽസ് മാത്രം എടുത്തിട്ട് കാര്യമില്ല. ബുദ്ധിമുട്ട് വേണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചക്ക ദിശോ മറ്റേ സ്ലോ മോഷൻ ഇട്ടോ. ഒന്നുകൂടി സ്ലോ മോഷൻ ഇട്ടോ. ഒന്നുകൂടി എടുക്കണോ? എടുത്താ മതി. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday dear Kishore. Happy birthday to you. ഒരു സൽപുത്രൻ പിറന്നല മണ്ണിൽ ആഹാസത്യായം പിറന്നല മണ്ണിൽ പിറന്നല പാട്ടിൽ. എടാ എനിക്ക് നാളാ പാട്ട് കേട്ടിട്ടുണ്ട്. അതെ ഗേൾഫ്രണ്ട് ചക്ക രാവിൻ പൂത്ത നക്ഷത്രം മേലെ മെന്നീരാപ്പായി ചായം പൂശിയെന്നും സന്ധ്യ കുങ്കുമം. Flames dancing high with the twinkle of light, grills sizzling sound a marvel in the night. Laughter erupts like stars in the sky, wrapped in warmth as the moments fly. Passing stories like they're gold in our hands, buzzing around like a jolly band. Songs we sing with the moon as our guide, hearts so light with nothing to hide. Oh, the night is so alive, round the fire we will thrive. Hold these moments cherished tight, in the glow of campfire light. Steps in the dirt as we dance in glee, shadows leap with wild mystery. Food shared with smiles burning bright, under stars we toast to the night. Wind whispers secrets through the trees, embracing the magic in the breeze. Time melts away like marshmallow goo, here in the circle with all of you. Oh, the night is so alive, round the fire we will thrive. Hold these moments cherished tight, in the glow of campfire light.